എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ആരും ഉണ്ടാക്കാത്ത നൂഡിൽസ് ബിരിയാണിയാണ്. നൂഡിൽസ് ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നൊക്കെ, നൂഡിൽസ് ഞാൻ മൂന്ന് പീസ് ഞാൻ ചെറുതായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് പൊടിച്ച് വയ്ക്കണം. ചെറുതായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഈ നൂഡിൽസിന് വേണ്ടുന്ന സാധനങ്ങളാണ്: തക്കാളി, ക്യാപ്സിക്കം, മല്ലിയില, ക്യാരറ്റ്, പച്ചമുളക്, ഞാൻ പുതിന ഉണക്കി വെച്ചിരിക്കുകയാണ്, പിന്നെ സവാള, പിന്നെ ചിക്കൻ ഞാൻ നേരത്തെ ഒരു മസാല ആക്കിയിട്ടുണ്ടായിരുന്നു. ആ മസാല വെച്ച് ഞാൻ എല്ലാം പുരട്ടി ഇച്ചിരി ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കന് വേണ്ടുന്ന തക്കാളി, സവാള, ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ആക്കാനുള്ളത്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് ബ്രെഡ് സൈസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതാണ്ട് വെള്ളം തിളയ്ക്കുന്നുണ്ട്. അതിനകത്ത് സാധാരണ കണക്ക് തന്നെ ഏലക്ക ഇട്ട്, ഉപ്പിട്ട്, പട്ടയിട്ട്, ലീഫ് ഇട്ട് ഇത് തിളപ്പിയതിനകത്ത് നമുക്ക് നമ്മുടെ തിളയ്ക്കുന്നതിനകത്ത് നമ്മൾ ഈ നൂഡിൽസ് വേവിച്ചെടുക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങ് ഫൈനായിട്ടങ്ങ് വേവരുതേ, അത് ആവിയിൽ വീണ്ടും വെന്തോളും. കണ്ടില്ലേ? അപ്പോൾ ഇത് നല്ലോണം ഉപ്പിട്ട വെള്ളത്തിലോട്ട് നമ്മൾ ഇത് വേവിച്ചെടുക്കുകയാണ്. ഇത് വേവിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ്റെ കാര്യം ശരിയാകും. ഒന്ന് നല്ലോണം ഒന്ന് തിളച്ചാൽ മാത്രം മതി. കണ്ടില്ലേ? ഇതിപ്പോൾ നമുക്ക് ഇറക്കാം. അപ്പോൾ ഞാനിത് അരിപ്പയിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ? പയർ കണക്കിരിക്കും. അപ്പോൾ അതിന് ശേഷം കണ്ടില്ലേ, ഇതിൻ്റെ പരുവം കണ്ടില്ലേ? പയർ കണക്ക് ഒന്ന് തിളപ്പിച്ച് മാത്രം പെട്ടെന്ന് തന്നെ ഊറ്റി മാറ്റുക. ഇനി നമ്മൾ നമ്മളൊരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ബ്രെഡ് വറുത്ത് പോരാം. ഈ ബ്രെഡെല്ലാം നമുക്ക് വറുത്ത് പോരാം. അടുത്തൊരു കുക്കറിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചിക്കൻ ഇടാം. ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ചിക്കൻ അതേപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ബ്രെഡും അതേപോലെ വറുത്തെടുക്കണം. ഇപ്പം ഞാൻ ബ്രെഡ് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന എല്ലാ സാധനവും കൂടെ ഇതിലോട്ട് നമുക്ക് ശകലം ഉപ്പിടാം. കാരണം മാഗിക്ക് ഉപ്പുണ്ട്, അതുകൊണ്ട് നോക്കി വേണം ഇടാൻ. അപ്പോൾ ഇതിങ്ങനെ വാടട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഞാൻ ഇഞ്ചിയും പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനകത്തോട്ട് നമ്മുടെ ക്യാപ്സിക്കം ഇതിടാം. നമ്മുടെ ക്യാബേജ് ഇടാം. ക്യാബേജ് അധികം വേവണ്ട കേട്ടോ. ക്യാബേജ് അധികം വേവാതെ വേണം നമ്മുടെ നൂഡിൽസ് തട്ടി ഇതിനകത്തോട്ട് ഇടാൻ. നമുക്ക് നൂഡിൽസ് ഇതിലോട്ടിടാം. അപ്പോൾ ഞാൻ നൂഡിൽസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ഇനി ഇങ്ങനെ ഇത്തിരി ഒന്ന് വകന്നിട്ട് ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കുക. ശകലം ഒരു മുട്ട